എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് മിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളായ ഇഡിയും കരിമണൽ കർത്തയും പിണറായി വിജയനും വീണ വിജയനും ഇവർ തമ്മിലുള്ള വാർത്തകളെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കാൻ മടി തോന്നി, അതിൽ വലിയ ഇൻട്രസ്റ്റും കാണിച്ചില്ല. എന്നാൽ ഇന്ന് ചെറിയൊരു വാർത്തയെങ്കിലും കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. കാരണം പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ മൗനമായി കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തിൽ. എന്തായിരുന്നാലും അത് ശരിയാണ്, ഞാൻ മൗനിയായിരുന്നു. നമുക്ക് പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല ഇ.ഡി കേസുകളും പല കേസുകളും പലതും നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അത് എത്ര കണ്ട് ഒരു ഫൈനൽ ഒരു റിസൾട്ട് നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇ.ഡി വരുന്നു പോകുന്നു, പല പ്രസ്താവനകളും നടത്തുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.ഡിയുടെ മുന്നിലുണ്ടായ ആക്രമണം അത് മോശമായ ഒരു ലെവലിലേക്ക് CPM-നെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ CPM-കാർക്കൊരു ബോധോദയമുണ്ടായി, കാണിച്ചത് തെറ്റായിപ്പോയി. ഇപ്പോൾ അവർ സ്വയം പറയാൻ തുടങ്ങി. വീണ വിജയൻ CPM-മായി ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുന്ന ഒരു ഇ.ഡി കേസിലോ ഒന്നിലോ CPM അനുഭാവികൾ ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധപ്പെട്ടതിന് ഇപ്പോൾ 26 പേർ പൂജപ്പുര ജയിലിലുണ്ട്. ജാമ്യം വരെ കിട്ടിയില്ല. ഇനി അതിൻ്റെ അവസാനം എന്താകുമെന്ന് അറിയില്ല. അത് ഗവൺമെൻറ്റിൻ്റെ സബ്ജക്റ്റാണ്. എന്നാൽ ഇന്നും ചെറിയൊരു ഹോപ്പ് പിണറായിക്കില്ലാതില്ല. കാരണം അദ്ദേഹം നൽകിയ പല സഹായങ്ങളും BJPക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ ആദ്യപടിയായി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി MP ആയത്, അത് പിണറായി വിജയൻ്റെ ഒരു മൗന സമ്മതത്തോടു കൂടി ആയിപ്പോയതാണ്. അതിന് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 BJP MLA-മാരെയും കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തിരുന്നാലും മോദിജിയും അമിത്ഷായും പിണറായി വിജയനെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നാൽ അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുണ്ട്. അവർ കരുതിയത്, ഈ മോദിജിയും അമിത്ഷായും കരുതിയത്, ഈ കേരളത്തിലെ കോൺഗ്രസിനെ ഒതുക്കണമെങ്കിൽ CPM-നെ കൊണ്ടേ സാധിക്കൂ. അതിനുവേണ്ടിയാണ് ഇത്രയും മെല്ലെപ്പോക്കും പല കാര്യങ്ങളും ചെയ്തു. ഈവൻ ലാവ്ലിൻ കേസ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ BJPക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നു, ഇവിടുത്തെ CPM-ൻ്റെ കഥ ബംഗാളിനേക്കാളും മോശമായൊരു ലെവലായിരിക്കും. കാരണം എങ്കിലും അവർക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. BJPക്ക് മാത്രമല്ല, കോൺഗ്രസ് ഇത് കുറേ എണ്ണം പിരിഞ്ഞു പോകും. തല്ലിപ്പിരിഞ്ഞ് ഒക്കെ പോകുമ്പം കുറച്ച് പേര് BJPക്ക് പോകും, കുറച്ച് പേര് കോൺഗ്രസ്. ഇതായിരിക്കും ഫൈനൽ സംഭവിക്കാൻ പോകുന്നത്. അത് കാരണം BJP കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ CPM-നെ, പ്രത്യേകിച്ച് പിണറായിയും മോഡയും സപ്പോർട്ട് ചെയ്യാനുള്ള അത്ര വലിയ ചാൻസ് ഇല്ല, കുറവാണ്. അതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്നുള്ളത് പറയാനുള്ളത്, CPM-ൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് വളരെ ദുർബലമാണ്. ഈ ബംഗാളിനേക്കാളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചില നേതാക്കന്മാർക്ക് അങ്ങും പറയാറായി, കാണിച്ച തെറ്റായിപ്പോയി, ഇലക്ഷൻ ഇങ്ങനെ പല മുട്ടുന്യായങ്ങൾ ഇപ്പോൾ പറയുകയാണ്. പക്ഷേ അതൊക്കെ വൈകിപ്പോയി. അവർ പറയേണ്ട സമയത്ത്, പ്രതികരിക്കേണ്ട സമയത്ത് ഇതൊന്നും പ്രതികരിച്ചില്ല. എന്നാൽ അവർക്ക് സഹാക്കന്മാരെ സംബന്ധിച്ചിട്ട് നല്ല നേതാക്കന്മാർ അവർ കോടാനുകോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെല്ലാ സ്ഥലത്തും പഠിക്കുന്ന അവരെല്ലാം ഫുൾ സെറ്റപ്പ്. ഇനി ഈ പാർട്ടി പൊളിഞ്ഞു പോയാലും അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് എത്രയോ അവരുടെ തലമുറകൾ സുഖമായി സുരക്ഷിതമായി ജീവിക്കാനുള്ള
എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു എന്ന് കണക്കെടുത്താൽ നമുക്കറിയാം. അതായത് മേലേക്കിടയിലുള്ള എല്ലാ നേതാക്കന്മാർ ദേ ആർ ആൾ ഹാപ്പി, അവർക്ക് ഒരു കുഴപ്പമില്ല. ഇത് പട്ടുപോയിരിക്കുന്ന പാവം പിടിച്ച ഈ അണികളാണ് ഈ പാർട്ടിക്കാർ. ഒന്നിനും ഒരു പറയും. നേരം വെളുക്കുമ്പോൾ ഈ മറ്റേ ദേശാഭിമാനി പത്രം എടുക്കുക, വൈകുന്നേരം ആകുമ്പോൾ കേരള ടീം, ഇങ്ങനെയുള്ള ഇതിൽ മാത്രം ജീവിക്കുന്ന കുറേ അന്തം ആൾക്കാരുണ്ട്. വിവരമില്ലാത്ത കുറേ കമ്മികളാണ്. അവരിനി നേരാകുന്നില്ല. ഇനിയെങ്കിലും അവരൊന്ന് മനസ്സിലാക്കി നല്ലത്. നേതാക്കന്മാർ അവർ ഭരിച്ച് ഇവരുടെ നേതാവായി ഇവരുടെ ലീഡറായി അവർക്കുണ്ടാക്കേണ്ടതെല്ലാം അവരുണ്ടാക്കി കഴിഞ്ഞു. ഇനി അവർക്ക് പാർട്ടി വേണമെന്നൊന്നുമില്ല. അവർക്കിനി എവിടെയെങ്കിലും പോയി മാളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ വലിയ കേസിനും വക്കാണത്തിനും വഴക്കിനൊന്നും പോകണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഏതെങ്കിലും അണികളെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം തന്നെ നടന്ന യോഗങ്ങളിലെല്ലാം വളരെ വിമർശനങ്ങളാണ് ഈ പിണറായിക്കും ഗോവിന്ദ മാസ്റ്റർക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നോർമലായിപ്പോൾ. ഇപ്പോൾ ഇനി ഈ CPM-ന് ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര രീതിയിൽ മോശമായ ലെവലിൽ എത്തിക്കഴിഞ്ഞു. എത്തിയതാരാണ്? നേതാക്കന്മാരല്ല. നേതാക്കന്മാർ അവരെല്ലാം 100% ആളുകളുണ്ട്. പാപം ഇവരെ വിശ്വസിച്ച് നടന്ന പാപം അണികളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയെങ്കിലും അവരാലോചിച്ച് കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും സ്വയം രക്ഷയ്ക്കും വേണ്ടി ജീവിച്ചാൽ നല്ലത്. അല്ലാതെ ഇനിയുള്ള ഈ അണികൾക്ക് ഇൻക്വിലാബും സിന്ദാബാദും വിളിച്ച് നടന്നു കഴിഞ്ഞാൽ ഈ 26 ജയിൽ കിടക്കുന്ന ആ കുടുംബങ്ങളുടെ എന്ത് ഗതിയോ അതിനേക്കാളും ശോചനീയമായ ഗതിയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്താലും ഇനി സമരത്തിന് വിളിച്ചാലും ആദ്യം നേതാക്കന്മാരെ വിളിച്ച് മുന്നണി നിൽക്കാൻ പറയുക, അവരുടെ പിന്നാലെ അണികൾ നിൽക്കുക. ഇതായിരിക്കണം ഇനി അണികൾ ചെയ്യേണ്ട ഒരു കാര്യം. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഇത് വളരെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഈ ഗോവിന്ദൻ അവിടെ ഇവിടെ നിന്ന് എന്തെങ്കിലും വല്ല പ്രസ്താവനകൾ അടിച്ചിടും, കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പിണറായിക്ക് ഉറക്കങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അയാൾ രോഗബാധിതനാണ്. എല്ലാം ഒന്നിച്ചു കാര്യം എത്രയോ വർഷങ്ങൾ മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന ആ കഥകളൊന്നും ഇവർക്ക് മറക്കാൻ പറ്റില്ല. അതിന് കൂട്ടുന്നതും മനസ്സിലാക്കാൻ അവർ മറക്കില്ല. പ്രചോദനം തന്നെയ കാര്യങ്ങളെക്കുറിച്ചും ഇവർ മറക്കില്ല. കാരണം അത് തന്നെ ഇവരെ ഈ മനസ്സിലിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഈശ്വര ചൈതന്യമാണ്. ഇത് ഈശ്വരൻ്റെ ഒരു മാറ്റങ്ങളാണ്. അതായത് എന്ത് ചെയ്താലും അതേ അളവിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു കാര്യം എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ബുധനാഴ്ച അടുത്തൊരു എന്താണ് ഉണ്ടാകാൻ പോകണമെന്ന് അറിയില്ല. ചിലപ്പോൾ അതിന് ഇവർക്ക് കോടികളുള്ള കാരണം ഇവർ ഏത് വക്കീലന്മാരെ വെച്ചും അതിനും ഒരു എക്സ്ക്യൂസ് എടുക്കാൻ നോക്കും. പക്ഷേ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ആ അവസാനമാണ്, ആ ക്ലൈമാക്സാണ് നാം നോക്കിയിരുന്ന് കാണേണ്ടത്. അതിൻ്റെ ഏതാണ്ടിപ്പോൾ സെമി ഫൈനലൊക്കെയാണ് നടക്കുന്നത്. ഫൈനൽ എപ്പോൾ എവിടെ എങ്ങനെ നടക്കും, അതിൻ്റെ റിസൾട്ട് ആര് ഗോളടിച്ച് എല്ലാം നമുക്ക് വളരെ വൈകാതെ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ബുധനാഴ്ച വരെ കാത്തിരിക്കാം. അവർക്ക് വേണ്ട ശക്തിയും തൻ്റെ ഇടവും എല്ലാം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആർക്കാ? നമ്മുടെ പിണറായിക്ക് മോൾക്കും ഇതിനെല്ലാം അതിജീവിക്കാനുള്ളൊരു തൻ്റെ ഇടം വേണം. അതവർക്കുണ്ട്. അവർക്ക് രക്ഷപ്പെട്ടു പോകാം. അതിന് അണികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവരും ഒന്നും ഓർത്തു വെച്ചാൽ മതി. നമ്മൾ കിടന്ന് തിരക്ക് പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഇഡിയുടെ വഴി നോക്കും, പിണറായിയുടെ വഴി നോക്കും, മോളുടെ പണി നോക്കും, കർത്തായുടെ പണി നോക്കും. നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വിശേഷവുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.